കേരളത്തെ നടുക്കിയ ഷാരോൺ രാജ് കൊലപാതക കേസിൽ ശിക്ഷ വിധിക്കാനിരിക്കെ ഷാരോണിൻ്റെ മൂത്ത ജ്യേഷ്ഠൻ ഷിമോൺ എന്നോടൊപ്പം ചേരുന്നു. അദ്ദേഹം ഒരു ആയുർവേദ ഡോക്ടർ കൂടിയാണ്. ഷിമോൺ, ഒരുപക്ഷെ ഈ ഒരു സംഭവം അത് പുറം ലോകത്ത് ഇങ്ങനെ വലിയൊരു ചർച്ചകളിലേക്കൊക്കെ വഴിവെച്ചത്, അല്ലെങ്കിൽ ഈ വിവാദങ്ങളൊക്കെ പുറത്തായത് താങ്കളുടെ ഭാഗത്തുനിന്ന് ഉണ്ടായ ചില ഇടപെടലുകളാണ്. 2022 ഒക്ടോബർ 14 എപ്പോഴായിരുന്നു നിങ്ങളിങ്ങനെ ഈ ഷാരോണിന് ഇങ്ങനെ ഒരു ബുദ്ധിമുട്ടുണ്ടായ കാര്യം അറിഞ്ഞത്? അത് ശരിക്കും ഞാനന്ന് അമ്മച്ചിയുടെ വീട്ടിൽ ആയിരുന്നു, അമ്മയുടെ വീട്ടിൽ. അപ്പോൾ പപ്പ എന്നെ വിളിക്കാൻ വന്ന ടൈമിൽ ഷാരോൺ എന്നെ ഫോൺ ചെയ്തിട്ടുണ്ടായിരുന്നു. ഫോൺ ചെയ്തിട്ട് ഗ്രീഷ്മയുടെ വീട്ടിൽ പോവുകയാണ് എന്ന് എൻ്റെ അടുത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞങ്ങൾക്ക് അറിയായിരുന്നു അങ്ങോട്ടാണ് പോകണമെന്ന്. അതിനുശേഷം ഒരു 12 മണിയോട് കൂടി, എത്ര മണിക്കാണ് വിളിച്ചത്? ഒരു 10 മണിക്ക് ശേഷം, കൃത്യമായിട്ടുള്ള ടൈം ഓർമ്മയില്ല, എന്നാലും ഒരു 10 മണിക്ക് ശേഷം എന്നെ വിളിച്ച് ഗ്രീഷ്മയുടെ വീട്ടിൽ പോവുകയാണെന്ന് പറഞ്ഞു. അത് കഴിഞ്ഞ് ഞങ്ങളിവിടെ എത്തി. അതൊക്കെ കഴിഞ്ഞ് ഒരു 12 മണിയോട് കൂടിയാണ് ഷാരോൺ വീട്ടിലോട്ട് വരുന്നത്. അപ്പോൾ അവൻ ഭയങ്കര വയ്യാത്തൊരു നിലയിലാണ് വീട്ടിൽ വന്നിട്ട് നേരെ എന്നെ പുറത്ത് ഛർദ്ദിച്ചു. ഉള്ളിൽ പോയി ബാത്റൂമിൽ ഉള്ളിൽ നിന്ന് ഛർദ്ദിച്ചു. പിന്നെ റൂമിൽ പോയി കിടന്നു, താഴെ വന്ന് കിടന്നു. അവന് കിടക്കാനും പറ്റാത്തൊരു സാഹചര്യം, ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും മാറി മാറി കിടക്കുക ഇരിക്കുക, അങ്ങനെ ആ ഒരു രീതിയിലായിരുന്നു. പിന്നെ ഭയങ്കര ഛർദ്ദിലും വയറിളക്കവും, അങ്ങനെ ഭയങ്കര ബുദ്ധിമുട്ടായി. അതിനുശേഷം ആദ്യം ഈ ബുദ്ധിമുട്ടുണ്ടായപ്പോൾ നിങ്ങളെ ഫോൺ വിളിച്ചു? ബുദ്ധിമുട്ടുണ്ടായപ്പോഴല്ല ഫോൺ വിളിച്ചത്, അവിടെ പോകുന്നതിന് മുമ്പാണ് വിളിച്ചത്. അതെ, പോകുന്നതിന് മുമ്പ് ഫോൺ വിളിച്ച് ഒരു 12 മണിയോട് കൂടിയാണ് അവൻ വീട്ടിലോട്ട് വരുന്നത്. അപ്പോൾ വീട്ടിൽ ഞാൻ ഇവിടെ ഉണ്ടായിരുന്നു, ഞാൻ ഇവിടെ നിൽക്കുകയായിരുന്നു, പപ്പ ഇവിടെ ഉണ്ടായിരുന്നു. അപ്പോൾ കയറി വന്നപ്പോൾ അവന് സുഖമില്ല. അപ്പോൾ നേരെ ചെന്നിട്ട് അവൻ ഛർദ്ദിച്ചു. നേരെ ചെന്ന് വീട്ടിൻ്റെ അകത്ത് ഛർദ്ദിച്ചു. പിന്നെ കുറേ നേരം ബാത്റൂമിൽ തന്നെയായിരുന്നു. അപ്പം വയറിളക്കം ഉണ്ടെന്ന് അവൻ പറഞ്ഞു. അപ്പോൾ അവിടെ നിന്ന് ഫ്രൂട്ടി കൊടുത്തു, അത് കുടിച്ചു വന്നതെന്നാണ് അപ്പോൾ ഞങ്ങളുടെ അടുത്ത് ഷാരോൺ പറഞ്ഞത്. അതിനുശേഷമാണ് ഞങ്ങളൊരു 4 മണിയോട് കൂടി ആയപ്പോഴത്തേക്കും അവന് ഒട്ടും കുറവില്ല. ഇപ്പോൾ ഛർദിലും വയറിളക്കവും നിൽക്കാതെ അപ്പോഴത്തേക്കുമാണ് ഞങ്ങൾ ഇവിടെ പാറശാല ഹോസ്പിറ്റലിൽ പോയത്. അപ്പോൾ അവിടെ നിന്ന് വച്ചിട്ട് അവന് ടോയ്ലറ്റിൽ പോയപ്പോഴത്തേക്കും ബ്ലാക്ക് കളറിലാണ് മോശം പോയത്. അപ്പോൾ അത് കണ്ടിട്ട് നമ്മൾ അവിടെ ഉള്ള ഡോക്ടറാണ് അഡ്വൈസ് ചെയ്തത്. ഇൻറ്റേർണൽ ബ്ലീഡിംഗ് ഉണ്ട്, അതുകൊണ്ട് എത്രയും പെട്ടെന്ന് മെഡിക്കൽ കോളേജിൽ കൊണ്ടുപോകാനായിട്ട്. അവിടെ കിടന്നിരുന്നില്ലല്ലേ? അവിടെ കിടന്നില്ല, അവിടെ നിന്ന് ട്രീറ്റ്മെൻറ്റ് എടുത്തായിരുന്നു. അവിടെ നിന്ന് IVസും കാര്യങ്ങളൊക്കെ പ്രാഥമിക ചികിത്സ എടുത്തു. അതായത് സിംറ്റമാറ്റിക് ട്രീറ്റ്മെൻറ്റ് എടുത്തായിരുന്നു. വയറിളക്കവും ഛർദിലും ഒക്കെ ഉള്ളതുകൊണ്ട് അതിൻ്റെ സിംറ്റമാറ്റിക് ആയിട്ടുള്ള ട്രീറ്റ്മെൻറ്റ്സ് എടുത്തിട്ട് ഇൻറ്റേർണൽ ബ്ലീഡിംഗ് ഉണ്ട് എന്ന് ഡോക്ടർ മനസ്സിലാക്കിയപ്പോൾ ഉടനെ തന്നെ മെഡിക്കൽ കോളേജിൽ കൊണ്ടെത്തിക്കാൻ പറഞ്ഞിട്ട് പുള്ളിക്കാരൻ തന്നെയായിരുന്നു ഞങ്ങൾക്ക് ആംബുലൻസും അറേഞ്ച് ചെയ്ത് തന്നു. ആംബുലൻസിൽ തന്നെയാണ് അപ്പോൾ മെഡിക്കൽ കോളേജിലോട്ട് കൊണ്ടുപോയത്. അപ്പോൾ ഈ പോകുന്ന വഴിയിൽ എന്തെങ്കിലും സൂചന തന്നിട്ടുണ്ടായിരുന്നോ? ഇല്ല, ശരിക്കും ആംബുലൻസിൽ പപ്പയും അമ്മയും ആയിരുന്നു കൂടെ ഉണ്ടായിരുന്നത്. ഞാനും എൻ്റെ ഒരു കസിനുമായിട്ട് ബൈക്കിലാണ് പുറകെ പോയിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അപ്പോഴൊന്നും അവൻ പറഞ്ഞില്ല. ഈ ഫ്രൂട്ടി അവൾ കൊടുത്തു, അത് കുടിച്ച് വന്നതാണ് എന്ന് തന്നെയാണ് അവൻ പറഞ്ഞുകൊണ്ടിരുന്നത് അപ്പോഴും. പിന്നെ അതിനെ തുടർന്ന് ഷിമോണിൻ്റെ ഒരു സംശയം തോന്നിയത് എപ്പോൾ തൊട്ടാണ്? ശരിക്കും സംശയം തോന്നിയത് 17-ാം തീയതി. അവന് ഒട്ടും സുഖമില്ലാണ്ട് 17-ാം തീയതി പിന്നെ ഞങ്ങൾ മെഡിക്കൽ കോളേജിൽ കൊണ്ടുപോയി. അപ്പോഴത്തേക്കാണ് പിന്നെ അഡ്മിറ്റും കാര്യങ്ങളൊക്കെ ചെയ്ത് തുടങ്ങി. അതിനുശേഷം അന്ന് തന്നെ ഡയാലിസിസ് വേണമെന്ന് പറഞ്ഞിരുന്നു. അപ്പോഴുള്ള വാല്യൂസ് എല്ലാം ഭയങ്കര ഹൈ ആയിരുന്നു. എല്ലാ വാല്യൂസും, ഇപ്പം ലിവറും കിഡ്നി റിലേറ്റഡ് ആയിട്ടുള്ളതും ലിവർ ആയിട്ടുള്ളതും എല്ലാ വാല്യൂസും ഭയങ്കര ഹൈ ആയിരുന്നു. അപ്പോൾ തൊട്ട് ഒരു ഡൗട്ട് തോന്നി തുടങ്ങി, എന്തുകൊണ്ടാണ് ഇങ്ങനെ ഒരു സിംറ്റംസ് ഈ ഒരു രീതിയിൽ അബ്നോർമാലിറ്റീസ് വന്നതെന്ന് ഡൗട്ട് തോന്നി. അതിനുശേഷം അന്ന് ഡയാലിസിസ് ഡോക്ടർ നിർദ്ദേശിച്ചു. അപ്പോൾ അന്ന് ഡയാലിസിസ് ചെയ്തു. അന്ന് തൊട്ട് ഞങ്ങൾ അന്വേഷിക്കാൻ തുടങ്ങി. അന്ന് കൂടെ പോയ രചിനായിരുന്നു. അപ്പോൾ രചിനെ വിളിച്ചിട്ട് അന്വേഷിക്കാൻ തുടങ്ങി. അതുവരെ സംശയമൊന്നുമില്ല. അതുവരെ എങ്ങനെയാണ് ഇത് സംഭവിച്ചത്, ഫുഡ് പോയിസൺ ആണോ എന്ന് അങ്ങനെ ഒരു സംശയം ഉണ്ടായിരുന്നു. ഫുഡ് പോയിസൺ ആണോ എന്ന് സംശയമില്ലായിരുന്നു, പക്ഷെ എന്തോ ഉള്ളിൽ പോയിട്ടുണ്ട്. അതിനിപ്പോ ഈ ഫ്രൂട്ടിന്റെ കാരണമാകോ എന്നുള്ള രീതിയിൽ നോർമൽ, അതായത് ഈ ഒരു ലെവലിലോട്ട് ചിന്തിച്ചിരുന്നില്ല എന്നുള്ളത് സത്യം. അപ്പോൾ അന്ന് പോയപ്പോഴത്തേക്ക് രജിൻ അന്ന് പോയ കാര്യം പറഞ്ഞു. അവിടെ വെച്ചിട്ട് ഛർദ്ദിച്ചു എന്നുള്ള കാര്യങ്ങളൊക്കെ പറഞ്ഞായിരുന്നു. ഗ്രീഷ്മയുടെ വീട്ടിൽ പോയി അവിടെ നിന്ന് ഇറങ്ങി വന്നപ്പോൾ ഛർദ്ദിച്ചു എന്നുള്ള കാര്യങ്ങളൊക്കെ പറഞ്ഞപ്പോൾ ഈ 17-ാം തീയതി പറയണത്. ഞാനും എൻ്റെ ഒരു കസിനും കൂടെ രജിനെ ഫോൺ വിളിച്ചിട്ട് കാര്യങ്ങൾ ചോദിച്ചപ്പോഴാണ് അറിഞ്ഞത്. അപ്പോൾ അപ്പോഴത്തേക്കും ഷാരോണിനെ ICUലോട്ട് അഡ്മിറ്റ് ചെയ്തിരുന്നു. ICUലോട്ട് അഡ്മിറ്റായി. പിന്നെ അടുത്ത ദിവസമാണ് ഡോക്ടർ ഞങ്ങളുടെ അടുത്ത് വന്നിട്ട് പറഞ്ഞു, ഇത് അകത്തോട്ട്
വിഷം പോലുള്ള പോയിസണസ് ആയിട്ടുള്ള എന്തോ ഒരു മാരകമായിട്ടുള്ള ഒരു സാധനം ഉള്ളിലോട്ട് പോയിട്ടുണ്ട്, അതിനെക്കുറിച്ച് കാര്യമായിട്ട് അന്വേഷിക്കണമെന്ന് പറഞ്ഞു. അപ്പോൾ ഞങ്ങൾ ഇത് രജിൻ പറഞ്ഞ കാര്യങ്ങളെല്ലാം ഇത് കൂടുതൽ കുറച്ചും കൂടെ വ്യക്തമാക്കിയതിനു ശേഷം ഡോക്ടറിന്റെ അടുത്ത് എല്ലാ ഡീറ്റെയിൽസ് ആയിട്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതെ, റിലേഷൻ ഉണ്ട്. അത് ഗ്രീഷ്മ എന്റെ വീട്ടിൽ പോയപ്പോഴത്തേക്ക് അവിടെ നിന്നൊരു ഇത് കൊടുത്തു, കഷായം കൊടുത്തു എന്നുള്ള കാര്യങ്ങളും അവിടെ നിന്ന് ഛർദ്ദിച്ചു. കാരണം ഷാരോൺ രജിന്റെ അടുത്തെല്ലാം പറഞ്ഞിട്ടുണ്ടായിരുന്നു ആ ദിവസം. പക്ഷെ എന്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നു? ഈ കഷായം കൊടുത്തതും വീട്ടിന്റെ അകത്ത് ഛർദ്ദിച്ചതും ഈ പോണ വഴിക്ക് ഛർദ്ദിച്ചതും പച്ചക്കറികൾ പുറത്തു നിൽക്കായിരുന്നു. അപ്പോ ഈ ഛർദിന്റെ കാര്യവും അല്ലെങ്കിൽ അവള് ഇത് കൊടുത്തതും അവള് ചതിച്ചു എന്നും രജിന്റെ അടുത്ത് അന്ന് പറഞ്ഞു. അന്ന് തന്നെ അവന്റെ അടുത്ത് പറഞ്ഞിരുന്നു. പക്ഷെ ഞങ്ങളുടെ അടുത്ത് അത് പറഞ്ഞില്ല. ചതിച്ചെന്നുള്ള കാര്യം രജിന്റെ അടുത്ത് അന്ന് തന്നെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതായത് 14-ാം തീയതി തന്നെ അവിടെ പോയിട്ട് വരുന്ന വഴിക്ക് പറഞ്ഞിട്ടുണ്ടായിരുന്നു. പക്ഷെ അതെങ്ങനെ മനസ്സിലായത് എങ്ങനെയാണ്? പിന്നീട് അറിയത്തില്ല. ഈ കഷായം കൊടുത്തതിന് ശേഷമാണ് ഈ പച്ചക്കറിൽ വൊമിറ്റ് ചെയ്ത് ഇത്രയും ക്ഷീണിതനായത്. അപ്പൊ ആ ഒരു ഇതില് പറഞ്ഞതായിരിക്കാം. അത് പിന്നെയാണ് രജിൻ ഞങ്ങളുടെ അടുത്ത് ഇതൊക്കെ പറയുന്നത്. അന്ന് ഷാരോൺ തന്നെയാണെന്ന് തോന്നുന്നു പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഇപ്പം വീട്ടിലാരുടെ അടുത്തും പറയണ്ട. കാരണം അന്ന് ഈ ഹോസ്പിറ്റലിൽ, പാർശാല ഹോസ്പിറ്റലിൽ നിൽക്കുമ്പോഴത്തേക്കും ഇവൻ ഗ്രീഷ്മയുടെ അടുത്ത് ഷാരോൺ വാട്സപ്പിലൂടെ വോയിസ് ചാറ്റ് ചെയ്യുന്നുണ്ടായിരുന്നു. അപ്പൊ അതില് ഷാരോൺ ചോദിക്കുന്നുണ്ട്, എടി ചേട്ടൻ ഇങ്ങനെ എന്റെ അടുത്ത് ചോദിക്കുന്നുണ്ട് നീ ഇത് എന്താണ് കുടിച്ചതെന്ന്, അപ്പൊ നീ എന്തോന്ന് എനിക്ക് തന്നത്, അതിന്റെ പേര് പറ എന്ന് ഷാരോൺ തന്നെ ഗ്രീഷ്മയുടെ അടുത്ത് ചോദിക്കുന്നുണ്ട്. അപ്പൊ ഗ്രീഷ്മ അത് പറയുന്നില്ല, അത് നോർമലാണ്, ഇങ്ങനെയൊക്കെ ഉണ്ടാവുക, ആദ്യം അതിപ്പോ കാര്യമായിട്ട് എടുക്കണ്ട, നിങ്ങൾ ഇവിടെ നിന്ന് മെഡിക്കൽ സ്റ്റോറിൽ നിന്ന് ഞാൻ ഒരു ഗുളിക വാങ്ങിച്ച് കഴിക്കി എന്നാണ് പറഞ്ഞത്. കാഷ്വൽ ആയിട്ട് പറയാം. അപ്പം ഷാരോൺ പറയുന്നുണ്ട്, ചേട്ടൻ ഇങ്ങനെ ചോദിക്കുന്നുണ്ട്, ചേട്ടന്റെ അടുത്ത് എനിക്ക് പറയാൻ പറ്റൂലല്ലോ കഷായം തന്ന കാര്യമൊന്നും, ഞാൻ അവിടെ നിന്നൊരു ഫ്രൂട്ടി കഴിച്ചെന്നാണ് ഞാൻ. അപ്പോഴും ഈ കഷായത്തിൽ വിഷം ചേർത്തിരുന്നു എന്ന കാര്യം ഗ്രീഷ്മ ഷാരോന്റെ അടുത്ത് പറഞ്ഞിട്ടില്ല. ഇല്ല, അതുവരെ ഒന്നുമില്ല. ഇല്ല. അത് അവസാനം സാഹചര്യങ്ങളിൽ നിന്ന് അവന് തോന്നിയത്. അതെ, അതിനുശേഷം പിന്നെ ഹോസ്പിറ്റലൈസ്ഡ് ആയി. പിന്നെ ബാക്കി കാര്യങ്ങൾ ഡീറ്റെയിൽസ് ഒക്കെ എടുത്തു. ഞങ്ങൾ അത് ഡോക്ടറിനെ അറിയിച്ചു. ഡോക്ടർ അത് മെഡിക്കൽ കോളേജിൽ ഇന്റിമേഷൻ കൊടുത്തു. അവിടെ നിന്ന് പോലീസ് വന്നു. പിന്നെ 20-ാം തീയതിയാണ് മജിസ്ട്രേറ്റ് വന്നിട്ട് മൊഴിയെടുക്കുന്നത്. അപ്പോഴും ഷാരോൺ അവിടെ പോയി കഷായം ഗ്രീഷ്മ കൊടുത്തു, ഒരു ഗ്ലാസ് കുടിച്ചു എന്നുള്ള കാര്യങ്ങളെല്ലാം പറഞ്ഞിരുന്നു. മരണമൊഴി അത് മരണമൊഴി തന്നെയായിരുന്നു. മരണമൊഴി എടുക്കാനായിട്ടാണ് വന്നിരുന്നത് മജിസ്ട്രേറ്റ്. അപ്പോൾ അത് എടുത്തിരുന്നു. അതിലെല്ലാ കാര്യങ്ങളും പറഞ്ഞു. പക്ഷെ വിഷം തന്നിട്ടുണ്ടോ, ആർക്കെങ്കിലും എതിരെ പരാതി ഉണ്ടോ എന്ന് ചോദിച്ചപ്പോൾ അവ ഇല്ല എന്ന് പറഞ്ഞു. അതായത് അപ്പോഴും ഈ മരണവേദന അനുഭവിക്കുമ്പോഴും പറഞ്ഞു ഗ്രീഷ്മ. അതെ, അത് അപ്പോഴും അവൻ പറഞ്ഞില്ല. കാരണം എനിക്ക് തോന്നുന്നത് ഷാരോൺ ഒരിക്കലും വിചാരിച്ചില്ല അവനിങ്ങനെ ഒരു മരണം സംഭവിക്കുമെന്ന്. അപ്പോഴവന് തിരിച്ചു വരും ഗ്രീഷ്മയെ ഒന്ന് ഉറപ്പായിരുന്നു. കാരണം അവൻ കോൺഷ്യസ് ആയിരുന്നു. പിന്നെ അതിനുശേഷം 22nd അവന് മനസ്സിലായി അവന് മരിക്കും എന്നുള്ളത്. ഭയങ്കര അവന് ശ്വാസം എടുക്കാനുള്ള ഭയങ്കര ബുദ്ധിമുട്ട് വന്നു. പിന്നെ വെന്റിലേഷന് മുമ്പുള്ളൊരു ഓക്സിജൻ സപ്പോർട്ട് കൂടാതെ അവന് ബ്രീത്ത് ചെയ്യാനുള്ള ബുദ്ധിമുട്ടുണ്ടായി. അങ്ങനെ ഓക്സിജൻ സപ്പോർട്ടിലാണ് ഉണ്ടായിരുന്നത്. ഈ അവസാനമായിട്ട് ഷിമോന്റെ അടുത്ത് ഷാരോൺ എന്താണ് പറഞ്ഞത്? ഈ നമുക്ക് കയറാൻ പറ്റുന്ന സാഹചര്യം ഭയങ്കര കുറവായിരുന്നു. കാരണം ഐസിയുലായതുകൊണ്ട് ഭയങ്കര റെസ്ട്രിക്ഷൻസ് ഉണ്ടായിരുന്നു. അവിടെ മൾട്ടി സ്പെഷ്യാലിറ്റി ഐസിയുലായിരുന്നു അവിടെ മെഡിക്കൽ കോളേജിൽ. അപ്പോൾ ഓൾമോസ്റ്റ് ഞാന് മെഡിക്കൽ കോളേജിലെ കാര്യം അറിയാമല്ലോ, അവിടെ പുറത്ത് ഒരു 2 പേരെങ്കിലും ഇല്ലാണ്ട് അവിടുത്തെ കാര്യങ്ങൾ നമുക്ക് മാനേജ് ചെയ്യാൻ പറ്റില്ല. അപ്പം ഞാനും എന്റെ കസിൻസ് ഒക്കെ പുറത്തുണ്ടായിരുന്നു മെഡിസിൻസ് വാങ്ങാനും കാര്യം. പപ്പയാണ് അവനെ ക്ലീൻ ചെയ്യാനും ഒക്കെ ആയിട്ട് പോകുന്നത്. അപ്പോൾ ഞാൻ കയറിയിട്ടുണ്ട്. കയറുമ്പോഴൊക്കെ ഞാൻ അങ്ങനെ കൂടുതൽ അവനെ വിഷമിപ്പിക്കാതിരിക്കാനായിട്ട് ഒന്നുമില്ല, നീ കൂളായിട്ടിരിക്കും, ഒരു കുഴപ്പമില്ല, നീ പേടിക്കൊന്നും വേണ്ട, ഇത് വേറെ കുഴപ്പമൊന്നുമില്ല എന്ന് ഡോക്ടർ പറഞ്ഞു. ആ ഒരു രീതിയിലാണ് ഞാൻ അവന്റെ അടുത്ത് എപ്പോഴും ഷിമോൺ എപ്പോഴും ഗ്രീഷ്മയുടെ അടുത്ത് ഇങ്ങനെ ഒരു സംശയം തോന്നിയിട്ടുണ്ട് ഷിമോൺ എന്ന കാര്യം ഷാരോന്റെ അടുത്ത്. ഇല്ല, അതെങ്ങനെ പറയാൻ പറ്റുമോ? അവന് ആ ഒരു കണ്ടീഷനിൽ കിടക്കുമ്പോഴത്തേക്ക് എനിക്ക് അങ്ങനെ പറയാൻ പറ്റും. പിന്നെ എനിക്ക് തോന്നുന്നത് ഇതിൽ ഏറ്റവും പ്രധാനമായി മാറിയത് താങ്കളുടെ ഒരു ഫോൺ കോൾ ആയിരുന്നു. അതെ, അതാണ് ഞാൻ പറഞ്ഞത്. അത് പപ്പയെടുത്ത് ഷാരോൺ 22nd അവൻ മരിക്കുമെന്ന് അവന് ഏകദേശം ഉറപ്പായപ്പോൾ, അതായത് അവന് ശ്വാസം എടുക്കാനുള്ള ബുദ്ധിമുട്ടൊക്കെ തുടങ്ങി കഴിഞ്ഞപ്പോഴത്തേക്കും പപ്പയെടുത്ത് അന്ന് രാവിലെ പപ്പ ഇത് ഐസിയുവിൽ ക്ലീൻ ആക്കാൻ പോയപ്പോഴത്തേക്കും പപ്പയെടുത്ത് ഷാരോൺ പറഞ്ഞു, പപ്പനെ ആദ്യം മരിച്ചു പോകുന്ന ആദ്യം പറഞ്ഞത്, പപ്പനെ മരിക്കും, ഇത് ഇങ്ങനെ ഗ്രീഷ്മയുടെ വീട്ടിൽ പോയ തൊട്ടുള്ള കാര്യങ്ങൾ മൊത്തം എല്ലാം പറഞ്ഞു. അപ്പൊ ഇങ്ങനെയായിരുന്നു, ഞങ്ങള് ഇങ്ങനെയായിരുന്നു, ഇങ്ങനെയുള്ള റിലേഷൻ ഉണ്ടായിരുന്നു, അവിടെ പോയി അവളെനിക്ക് കഷായം തന്നു, അതിനുശേഷമാണ് ഇങ്ങനെ വന്നത്,
അവൾ എനിക്കെന്തോ അതിൽ ചേർത്ത് തന്നിട്ടുണ്ട് പപ്പ എന്ന് വളരെ വ്യക്തമായിട്ട് അവൻ പറഞ്ഞു. അവിടുന്നാണ് നിങ്ങൾക്ക് ഒരു വ്യക്തത വരുന്നത് ഈ സംഭവം. വ്യക്തത വരുന്നത് എനിക്ക് മുമ്പ് ഇത് കൊടുത്തതാണ്, എന്തോ പോയിട്ടുണ്ട് എന്നുള്ളൊരു കാര്യത്തിൽ ഞങ്ങൾക്ക് എല്ലാവരും എന്താണ് അല്ലെങ്കിൽ കൂടുതൽ വ്യക്തമായിട്ടുള്ള കാര്യം അവന്റെ വായെന്ന് കേൾക്കുന്നത് അന്നാണ് 22-ാം തീയതി. അപ്പൊ അതിനുശേഷം പപ്പ പുറത്തോട്ട് ഇറങ്ങി വന്നപ്പോ ഞാൻ അവിടെ ഉണ്ടായിരുന്നു, ഐസിയുന്റെ താഴെ അവിടെ ഉണ്ടായിരുന്നു. അപ്പൊ പപ്പ കരഞ്ഞോണ്ടാ വന്നത്. അപ്പൊ ഞാൻ പപ്പ അടുത്ത് ചോദിച്ചപ്പോൾ പപ്പ എന്റെ അടുത്ത് ഇങ്ങനെ കാര്യങ്ങളെല്ലാം എന്റെ അടുത്ത് പറഞ്ഞു, പപ്പ പറഞ്ഞു. അപ്പോൾ അത് വെച്ചിട്ടാണ് ഞാൻ അന്നേ ദിവസം തന്നെ ഒരു ഉച്ചയൊക്കെ ആയപ്പോഴത്തേക്ക് ഞാൻ ഗ്രീഷ്മനെ വിളിച്ചു, ഫോണിൽ വിളിച്ചിട്ട് എല്ലാം മനസ്സിലാക്കി വെച്ചിട്ടാണ് ശരിക്കും വിളിച്ചത്. പക്ഷെ തികച്ചും ഞാൻ ഒരു കാഷ്വലായിട്ട് ഞാൻ ഒന്നുമില്ല എന്നുള്ള രീതിയിൽ സംസാരിച്ചിട്ട്, കാരണം എനിക്ക് മാക്സിമം ഡീറ്റെയിൽസ് വേണം. ഞാനും പ്രതീക്ഷിച്ചില്ല ഷാരോൺ ഇങ്ങനെ സംഭവിക്കുമെന്ന്. എന്റെ ഒരു ഉദ്ദേശം എന്ന് പറഞ്ഞാൽ ആ കോൾ റെക്കോർഡ് ചെയ്തിട്ട് അവനെ തിരിച്ചു വരുമ്പോഴത്തേക്ക് അവന് കേൾപ്പിച്ചു കൊടുക്കുക, അതെ അവനെ വ്യക്തമാക്കി കൊടുക്കുക എന്നതായിരുന്നു എന്റെ ലക്ഷ്യം. നിങ്ങൾക്ക് ഈ ബന്ധം തുടരുന്നതിനോട് താല്പര്യമില്ലായിരുന്നു? എന്താണ് നിങ്ങളുടെ ഒരു? ഇല്ല, അതുവരെ ഒരു കുഴപ്പമുണ്ടായിരുന്നില്ല. അപ്പൊ ഞങ്ങൾക്ക് അതില് വേറെ ബുദ്ധിമുട്ടൊന്നും ഇല്ലായിരുന്നു. പക്ഷെ ഇപ്പൊ ഇങ്ങനെ ആയപ്പോഴത്തേക്കും പിന്നെ അറിയാലോ, അപ്പൊ അതിനുവേണ്ടിയായിരുന്നു ഞാൻ കോൾ റെക്കോർഡൊക്കെ ചെയ്തു വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പൊ എനിക്ക് കുറെ എല്ലാ ഡീറ്റെയിൽസും അവളുടെ വായിന്ന് തന്നെ എനിക്ക് എല്ലാ ഡീറ്റെയിൽസും കിട്ടി. അതായത് കഷായം അവള് തന്നെയാണ് കൊടുത്തതെന്നും ഒരു ഗ്ലാസ് നിറച്ചു കൊടുത്തു. ഷാരോൺ അവളുടെ വീട്ടിൽ വെച്ച് ആ കഷായം കുടിച്ചതിന് ശേഷം അവിടെ തന്നെ പച്ചക്കള്ളറിൽ ഛർദ്ദിച്ചു എന്നൊക്കെ അവള് തന്നെ എന്റെ അടുത്ത് ഫോണിൽ പറഞ്ഞു. എപ്പോഴെങ്കിലും അതുവരെയുള്ള എല്ലാം ഞങ്ങൾ എല്ലാവരും കേട്ടു, എപ്പോഴെങ്കിലും ഒരു പശ്ചാത്താപത്തിന്റെ അവസ്ഥ ആ കുടുംബത്തിലെ ആരുടെയും ഭാഗത്തുനിന്ന് ഷിമോന്റെ അടുത്ത് സംസാരിക്കപ്പെടും? ഇല്ലല്ല, എന്റെ അടുത്ത് സംസാരിച്ചിട്ടില്ല. പക്ഷെ അങ്ങനെ ഒരു റിഗ്രറ്റ് ഫീലിംഗ് ആരുടെ ഭാഗത്തുനിന്ന് എനിക്ക് ഇതുവരെ ഫീൽ ചെയ്തിട്ടില്ല. കാരണം ഞാൻ വിചാരണ തുടങ്ങി അന്ന് തൊട്ട് ഞാൻ ഇവിടെ ഉണ്ട്, കോടതിയിലുണ്ട്. ഞങ്ങൾ എല്ലാ ദിവസവും വരുന്നുണ്ട്. ഞാനും എന്റെ അങ്കിളും അപ്പച്ചനും ആരെങ്കിലും ഒക്കെ ഉണ്ടാവും. ഒരു 2-3 പേര് ഡെയിലി അവിടെ വിചാരണ സമയത്തുണ്ടാവും. എല്ലാ ദിവസവും ഈ പ്രതി വരും. അതായത് ഗ്രീഷ്മയും അമ്മാവനും അമ്മയും ആയിട്ട് 3 പേരായിട്ടാണ് വരുന്നത്. പക്ഷെ ആരുടെ മുഖത്തൊന്നും എനിക്ക് ആ ഒരു റിഗ്രറ്റ് ഫീല് എനിക്കത് ഇതുവരെ കിട്ടിയിട്ടില്ല. അവരുടെ ജീവൻ നഷ്ടപ്പെട്ടാലും കുഴപ്പമില്ല, അവൾക്ക് ഇതിൽ നിന്നൊരു ഈ ബന്ധത്തിൽ നിന്ന് പുറത്ത് ആ ഒരു ചിന്ത അതായിരിക്കും ഒരു ഇത്രയും ഒരു തീവ്രമായൊരു. അതിനെക്കുറിച്ച് അറിയത്തില്ല. അവളുടെ മോട്ടീവ് എനിക്ക് തോന്നുന്നത് ആ പട്ടാളക്കാരനെ കെട്ടാൻ വേണ്ടി തന്നെ ആയിരിക്കും. പക്ഷെ ആ ഒരു റിഗ്രറ്റ് ഫീല് എനിക്ക് ആരുടെ മുഖത്തൊന്നും എനിക്കത് കിട്ടിയിട്ടില്ല എന്ന് മാത്രമല്ല, അവളൊരു പക്ക എന്താ പറയാ, ഇപ്പോ വലിയ വലിയ പ്രതികള് ഒക്കെ ഉണ്ടാവുമല്ലോ, അപ്പൊ അവരൊക്കെ വന്നിരിക്കുന്ന ഒരു മട്ടിലാണ് അവള് വന്ന് അവിടെ കോടതിയിൽ ഇരിക്കാറ്. ഈ ഗ്രീഷ്മ എപ്പോഴെങ്കിലും ഷിമോന്റെ അടുത്ത് സൂചിപ്പിച്ചിട്ടുണ്ടായിരുന്നോ ഈ ഒരു ബന്ധത്തിൽ നിന്ന് പിന്മാറാൻ പറയണം? ഇല്ല, ഒരിക്കലും അങ്ങനെ പറഞ്ഞിട്ടില്ല. ഇല്ലില്ല, എൻഗേജ്മെന്റ് നടക്കുന്ന ടൈമിൽ ഞാൻ ഇവളെ വിളിച്ചിട്ടുണ്ടായിരുന്നു. എന്താണ് തീരുമാനം, ഞങ്ങൾ വീട്ടിൽ വന്ന് ചോദിക്കട്ടെ എന്നുള്ള കാര്യം പറയാൻ വേണ്ടി ഞാൻ ഇവളെ വിളിച്ചിട്ടുണ്ടായിരുന്നു. അപ്പം ഗ്രീഷ്മ എന്റെ അടുത്ത് പറഞ്ഞത്, ചേട്ടാ അതിപ്പം വേണ്ട, വീട്ടുകാർ നിർബന്ധിച്ചാണ് ഞാൻ ഇപ്പൊ ഇതിൽ നിന്നത്. അങ്ങനെ ഇപ്പൊ പറഞ്ഞു കഴിഞ്ഞാൽ വീട്ടുകാർ എന്നെ ഇവിടെ നിന്ന് മാറ്റും. അതുകൊണ്ട് ചേട്ടാ അത് വേണ്ട, ഞാൻ ഇത് ഇവന്റെ കൂടെ ഇറങ്ങി വരും എന്നുള്ള രീതിയിൽ അവൾ എന്റെ അടുത്ത് അന്നേ പറഞ്ഞു. അതല്ലാണ്ട് ഒരു വിയോജിപ്പ് ഒരിക്കൽ പോലും പറഞ്ഞിട്ടില്ല? ഒരിക്കലും അങ്ങനെ പറഞ്ഞിട്ടില്ല. അതിപ്പം ഫോട്ടോസൊന്നും വീഡിയോസൊന്നും എല്ലാത്തിലും വ്യക്തമാണല്ലോ. അപ്പൊ ഷാരോൺ ആണെങ്കിൽ എന്തുണ്ടെങ്കിലും എന്റെ അടുത്തും പപ്പയുടെ അമ്മയുടെ അടുത്തല്ല. അല്ല, അത് തന്നെയാണ് അവരുടെ പിടിവള്ളി. അത് കൈവശം പറ്റി ഷാരോൺ ഭീഷണിപ്പെടുത്തിയെന്നാണ് അവർ പറയുന്നത്. അങ്ങനെ ഒരിക്കലും ഇല്ല. കാരണം ഷാരോൺ എന്തെങ്കിലും ഉണ്ടെങ്കിലും ഞങ്ങളുടെ അടുത്ത് ക്ലിയർ ആയിട്ട് പറയും. അന്ന് തന്നെ ആ പിണക്കം ഉണ്ടായിരുന്ന സമയത്ത് എന്റെ അടുത്ത് വന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു, ചേട്ടാ ഇങ്ങനെ ഇതിന്റെ ഈ എൻഗേജ്മെന്റ് കഴിഞ്ഞപ്പോഴത്തേക്കും കുറച്ചു ദിവസം പിണങ്ങിയിരുന്നു എന്നുള്ള കാര്യം അവൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതിനുശേഷം അവള് തന്നെ അവനും ഒരു ഇവരും കുറച്ചു ദിവസം മിണ്ടാതിരുന്നു. അത് കഴിഞ്ഞ് അവൻ തന്നെ എന്റെ അടുത്ത് പറഞ്ഞു, ചേട്ടാ ഗ്രീഷ്മ പിന്നെയും ഇങ്ങനെ പറഞ്ഞു, നമുക്ക് റിലേഷൻ കണ്ടിന്യൂ ചെയ്യാം, ഈ നവംബറിൽ എങ്ങനെ ഇറങ്ങി വരുമോ, ആ ഒരു രീതിയിലാണ് പറഞ്ഞത്. അതിനുശേഷമാണ് അവള് വീട്ടിൽ വിളിച്ചുകൊണ്ട് വന്ന് അവള് തന്നെയാണ് താലിയൊക്കെ കെട്ടിപ്പിച്ചത് അവനെ കൊണ്ട്. അപ്പം എന്റെ കസിനൊക്കെ ഉണ്ടായിരുന്നു. അപ്പൊ അവനെ കൊണ്ട് അവള് തന്നെയാണ് താലിയൊക്കെ സെലക്ട് ചെയ്ത് വാങ്ങിപ്പിച്ചതും എല്ലാം ചെയ്തത്. ഗ്രീഷ്മ. അപ്പൊ അവള് പറഞ്ഞ അനുസരിച്ചിട്ടാണ് കസിൻ താലി വാങ്ങിച്ചു കൊടുത്തത്. അപ്പൊ അതൊക്കെ പിന്നെയാണ് ഞങ്ങൾ അറിയണത്. അപ്പൊ ഈ വിധി വരുമ്പോൾ അമ്മ കുറ്റവിമുക്തയാണ്. അപ്പൊ നിങ്ങളുടെ ഒരു തുടർ നീക്കങ്ങൾ എന്തായി? ഇല്ല, അത് അമ്മയുടെ ഒരു ഇതിലുള്ള ഒരു തെളിവുകൾ ഭയങ്കര കുറവായിരുന്നു, ഞങ്ങൾക്ക് പോലീസിന് കിട്ടിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ ഒരു അടിസ്ഥാനത്തിലാണ് കോടതി വിധി വന്നിട്ടുള്ളത്. എന്തായാലും തെളിവ് നശിപ്പിച്ചു എന്നുള്ളൊരു
കുറ്റമായിരുന്നു അമ്മയുടെ പേരിൽ ഉണ്ടായിരുന്നത്. പക്ഷെ അതിന് വേണ്ടിയുള്ള കറക്റ്റായിട്ടുള്ള ഒരു തെളിവുകൾ നമുക്ക് കിട്ടിയിട്ടില്ലായിരുന്നു. അത് സത്യമാണ്. അപ്പോൾ ആ ഒരു അടിസ്ഥാനത്തിൽ തന്നെയാണ് ഇപ്പം വിധി വന്നിട്ടുള്ളത്. അപ്പോൾ അത് ഗ്രീഷ്മയ്ക്ക് ഞങ്ങൾ പ്രതീക്ഷിച്ച പോലെ തന്നെയുള്ളൊരു വിധി തന്നെയായിരുന്നു വന്നത്. 4 സെക്ഷൻസ് ഉണ്ടായിരുന്നു. കൂടാതെ അമ്മാവനും പ്രതിയാണ്. അപ്പോൾ പുള്ളിക്കാരനും നമ്മൾ വിചാരിച്ചതുപോലെ തന്നെയുള്ള, അതായത് തെളിവ് നശിപ്പിക്കൽ എന്നുള്ളൊരു സെക്ഷൻ വെച്ചിട്ടാണ് പുള്ളിക്കാരനുള്ള വിധി വന്നത്. അപ്പോൾ അതിൽ ഞങ്ങൾ പൂർണ്ണ തൃപ്തരാണ്. എന്തായാലും ഈ ഒരു വൈകാരികമായ പ്രയാസത്തിനിടയിൽ ഞങ്ങളോട് ഇത്രയധികം കാര്യങ്ങൾ മനസ്സിൽ വന്ന് സംസാരിച്ചതിന് ഒരുപാട് നന്ദി. ക്യാമറമാൻ വിനോദ് കുമാറിനൊപ്പം ഡാൻ കുര്യൻ, ന്യൂസ് 18.